ഉച്ചക്കൊരു സ്പെഷ്യൽ തേങ്ങാച്ചോറിനോടൊപ്പം ചൂര മീൻ കറി കൂടി ആയാലോ? സൂപ്പറായിരിക്കില്ലേ? അത് നല്ല ചൂടുള്ള തേങ്ങാച്ചോറും ചൂടുള്ള ചൂരമീൻ മുളകിട്ടതും, അതും ഈ നല്ല മഴക്കാലത്ത് എന്തായിരിക്കും? ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ എടുത്ത അരി നല്ല അടിപൊളി റേഷൻ അരിയാണേ. റേഷൻ അരി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കൊള്ളും, എന്നാൽ കുഴഞ്ഞു പോവുകയും ചെയ്യില്ല. നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 4 കപ്പ് വെള്ളവും. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. ഇനി നിങ്ങൾ കുറുവ അരിയാണ് എടുക്കുന്നെങ്കിൽ ഒരു 2.5 കപ്പ് എന്ന രീതിയിൽ വെള്ളം ചേർക്കണേ. കുറുവ അരിക്ക് കുറച്ച് വേവ് കൂടുതലാണ്. ഇത് നമ്മൾ എടുത്തത് റേഷൻ അരി ആയതുകൊണ്ടാണ് 2 കപ്പിന് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ചെറിയുള്ളിയും കറുവാപ്പട്ടയും ഗ്രാമ്പും 2-3 ഏലക്കായും എല്ലാം കൂടി നല്ലവണ്ണം വഴറ്റി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മുറി തേങ്ങയും 1 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്ത് നല്ലവണ്ണം അരയണമെന്നില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. നമ്മളിപ്പോൾ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചേർക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ മതി. ഇനി പെരുംജീരകം ഇഷ്ടമില്ലാത്തവർ നല്ല ജീരകം ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ജീരകവും തേങ്ങയും ഒക്കെ നല്ലവണ്ണം ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളവും തേങ്ങയും എല്ലാം ഒന്നിച്ച് നല്ലവണ്ണം തിളച്ച് വരട്ടെ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. അരിയൊക്കെ അതേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലവണ്ണം തിളച്ചാൽ മാത്രമേ അരി ചേർത്ത് കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കും. അങ്ങനെ അരിയൊക്കെ നല്ലവണ്ണം ഇളക്കി മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂരക്കറി ഉണ്ടാക്കാം. ചെറിയ ചൂരയാണ് നമുക്ക് കിട്ടിയത്. ചൂരമീൻ പണ്ടൊന്നും നമുക്ക് അത്ര ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാറുമില്ല, വാങ്ങാറുമില്ല. എല്ലാം തന്നെ കഴിച്ച് നോക്കിയാലല്ലേ നമുക്ക് രുചി അറിയൂ. ഒരിക്കൽ നമുക്കൊരു ചൂരമീൻ കിട്ടിയപ്പോൾ നമ്മൾ അടിപൊളി ഒരു ഫിഷ് മസാല ഉണ്ടാക്കിയിരുന്നു. അതുണ്ടാക്കിയപ്പോഴാണ് ചൂരമീനും ടേസ്റ്റുള്ള ഒരു നല്ല അടിപൊളി മീനായിരുന്നു എന്ന് മനസ്സിലായത്. പിന്നെ ചൂരമീൻ കിട്ടിയാൽ നമ്മളൊന്നും വിടില്ലായിരുന്നു. ചൂരമീൻ വറ്റിച്ചെടുത്താലും മുളകിട്ടാലും പൊരിച്ചാലും എല്ലാം നല്ല ടേസ്റ്റായിരിക്കും. പക്ഷെ അതിൻ്റേതായ മസാല കൂടി ചേർക്കണേ. സാധാരണ മീൻ പൊരിക്കും പോലെ വെറും ഉപ്പും മുളകും മാത്രം ചേർത്ത് പൊരിച്ചെടുത്താൽ ചൂരമീൻ അത്ര ടേസ്റ്റ് കിട്ടില്ല. ചൂരമീൻ പൊരിക്കുമ്പോൾ അതിൽ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ കാശ്മീരി ചില്ലി പൗഡറോ ഏത് ചില്ലി പൗഡറോ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് അരച്ച് പേസ്റ്റാക്കി അതിലേക്ക് പുരട്ടിയിട്ട് വേണം മീൻ പൊരിച്ചെടുക്കാൻ. എന്നാലേ ചൂരമീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മളെ ചൂരമീൻ കറി നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത്, ഉലുവ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത്, പിന്നെ ചെറിയുള്ളിയും വലിയുള്ളിയും എല്ലാം ചേർത്ത് നല്ലവണ്ണം വഴറ്റിയ ശേഷമാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചോറ് ഇതാ വെന്തോ നോക്കാം. ചോറൊക്കെ വെള്ളമൊക്കെ വറ്റി ഒരു 3/4 വേവായിട്ടുണ്ട്. തീയൊക്കെ കുറച്ച് അതൊന്നുകൂടി മൂടി വെച്ച് നല്ലവണ്ണം വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മളെ മസാലയൊക്കെ നല്ലവണ്ണം വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 തക്കാളി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ ആക്കേണ്ട, നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മുളകും പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തേങ്ങാച്ചോറും ചൂരമീൻ കറിയും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. എപ്പോഴും സാദാ ചോറും ബിരിയാണിയും മന്തിയും ഒക്കെ അല്ലേ എല്ലാവരും കഴിക്കുന്നത്. ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് പഴയ കാലം ഒരു റെസിപ്പിയാണ്. പണ്ടൊക്കെ ഏത് വീട്ടിലും അങ്ങനെ ബിരിയാണിയോ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ആഴ്ചയിൽ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ഇങ്ങനെ തേങ്ങാച്ചോറും ഒന്നിക്ക് ബീഫ് കറിയായിരിക്കും, അല്ലെങ്കിൽ പരിപ്പ് കറിയും ബീഫ് കറിയായിരിക്കും. പരിപ്പ് കറിയും തേങ്ങാച്ചോറാണ് പണ്ടുണ്ടാക്കാറ്. പരിപ്പ് കറിയും തേങ്ങാച്ചോറും നല്ല ടേസ്റ്റായിരിക്കും. നല്ല കട്ടി കുറുകിയ പരിപ്പ് കറിയും തേങ്ങാച്ചോറും. അങ്ങനെയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. തേങ്ങയുടെയും പെരുംജീരകത്തിൻ്റെയും എല്ലാം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ
പശു നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോ, കുഴപ്പമില്ല. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ നിങ്ങളോടൊക്കെ ഒരു സന്തോഷ വാർത്ത കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മളും ഫുൾ മോണി ആയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരമുണ്ടായത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകണേ. ഇതാ നമ്മളെ മസാലയൊക്കെ നല്ലവണ്ണം വഴറ്റി വന്ന് അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ വാളംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് അല്പമായി ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് നല്ലവണ്ണം ഒന്നുകൂടി വെന്ത് വരട്ടെ. മസാലയൊക്കെ നല്ലവണ്ണം ഒന്നുകൂടി വെന്ത് വരട്ടെ. അങ്ങനെ ആദ്യം ഒഴിച്ചു കൊടുത്ത പുളിവെള്ളത്തിൽ മസാലയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നല്ലവണ്ണം തിളച്ച ശേഷമാണ് മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. ചൂര മീനായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, പൊടിഞ്ഞു പോകുകയോ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്യൂല. കുറച്ച് കട്ടിയുള്ള മീനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റുള്ള ഏതെങ്കിലും മീനാണെങ്കിൽ നല്ലവണ്ണം തിളച്ച് അധികം ഇളക്കി കൊടുക്കാതെ മൂടി വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇങ്ങനെ ഒരു കറിയും തേങ്ങാച്ചോറും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണമെന്ന്? എന്തായാലും തോന്നുന്നുണ്ടാവും. എനിക്കങ്ങനെയാണ്. ഇങ്ങനെ നല്ല നല്ല എന്തെങ്കിലും റെസിപ്പിയെല്ലാം കണ്ടാൽ ഞാൻ പെട്ടെന്ന് തന്നെ അതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. എനിക്കിഷ്ടപ്പെടുന്ന റെസിപ്പിയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി നോക്കാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചൂരമീൻ കിട്ടുമെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ. ഇനി മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഇനി പരിപ്പ് കറിയായാലും മതി. ഇങ്ങനെ ഒരു ചോറുണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ മീൻ കറിയും തേങ്ങാച്ചോറും എല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു പണി കൂടിയുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടേ. നമ്മൾ അതിനൊന്നും നിന്നിട്ടൊന്നുമില്ല, സമയമില്ല. അതുകൊണ്ട് കക്കിരിയും ഉള്ളിയും ഉണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ സാലഡും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നവർക്കാണെങ്കിൽ അതും നല്ലതാണ്. കുറച്ച് നമ്മൾ സാലഡൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടൊന്നുമില്ല. നമ്മൾ ഒരു ഉള്ളിയും ഒരു കക്കിരിയും ഉണ്ട്, അത് ചെറുതായി അരിഞ്ഞ് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കൂടുതൽ രുചി വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ചോറൊക്കെ നല്ല കറക്റ്റ് അളവിൽ വെന്ത് വന്നിട്ടുണ്ട്. മീൻ കറിയും വെന്ത് വന്നിട്ടുണ്ട്. അധികം കുറുകിയിട്ടൊന്നുമില്ല. ഇതേ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാവുമ്പോൾ നല്ല ഒരു ഒഴിച്ച് കറിയായിരിക്കും. തേങ്ങാച്ചോറിന് പറ്റിയ മീൻ കറിയും തേങ്ങാച്ചോറും ഉള്ളിയും കക്കിരിയും എല്ലാം എങ്ങനെയുണ്ട്? സെറ്റപ്പല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത്. തൽക്കാലം പോന്നു. ടാറ്റാ.